എവിടെ വന്നേ? ആ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള സഹം പാർക്കിലാണ്. അപ്പോൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത്യാവശ്യം വലിയൊരു പാർക്ക് തന്നെയാണിത്. വൈകുന്നേരമൊക്കെ കുട്ടികളുമായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു സ്ഥലം തന്നെയാണിത്. Yo, aquí. ഈ ഒരു റൈഡിലൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് മാത്രമേ കയറാൻ വേണ്ടി പറ്റുള്ളൂ. പാർക്കിനുള്ളിൽ കയറാൻ വേണ്ടി എൻട്രി ഫീയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വൈകുന്നേരം കുട്ടീനെയും കൂട്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അങ്ങനെ വൈകുന്നേരം കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നല്ലൊരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആണ്. ഞാനൊന്ന് ജസ്റ്റ് പാർക്കിലേക്ക് പോയ സമയത്ത് ആ പാർക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോ ആണ്. പിന്നെ നമ്മൾ നേരെ പോയത് ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ബീച്ചിലേക്കാണ്. അപ്പോൾ ആ ഒരു ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഫുൾ മതിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറി വരുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഇവിടെ മതിലൊക്കെ കെട്ടിയിട്ട് അവർ മറച്ചിട്ടുള്ളത്. അപ്പോൾ മഴ പെയ്തത് കാരണം കുറേയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ പാർക്കിൻ്റെ കുറച്ച് അടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു ബീച്ചും വരുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കാൻ നല്ലൊരു വൈബുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ സന്ധ്യ സമയത്തൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നതൊക്കെ മൈൻഡ് നല്ല റിലീഫ് കിട്ടും. അപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യണം. ഇതിൻ്റെ അടുത്തേക്ക് അങ്ങ് പോകാൻ പറ്റില്ല, പെട്ടെന്ന് ഏത് സമയത്താണ് തിര വന്നടിക്കുന്നേ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പോയ ടൈമിൽ തന്നെ നല്ല വേവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചങ്ങ് വീഡിയോ എടുക്കാൻ വേണ്ടി പോയ ടൈമിൽ തന്നെ ഫുൾ അടിച്ച് കയറി ഞാൻ കുറച്ച് നനഞ്ഞ്. അപ്പോൾ ഇത് റോഡ് സൈഡിൽ തന്നെ വരുന്നൊരു ബീച്ചാണിത്. അപ്പോൾ വേറെ കാര്യമായിട്ട് ഇവിടെ കാണാനൊന്നുമില്ല, ഈ ഒരു സീ വേവ് മാത്രമേ ഉള്ളൂ. അതായത് നമുക്കിങ്ങനെ ഇറങ്ങി കളിക്കാനോ അങ്ങനത്തെ ഇതിനൊന്നും പറ്റില്ല. ഇങ്ങനെ റോട്ടുമ്മിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പ്ലേസിലും കുട്ടികളായിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടൊന്ന് പോകാനൊക്കെ നല്ലൊരു പ്ലേസാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.